ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങിയത് എങ്ങോട്ടാന്ന് വെച്ചാൽ അച്ചുവിൻ്റെ പ്രവേശനോത്സവമാണ് കേട്ടോ. അച്ചുവിനെ ചേർത്തിയതല്ലേ. അപ്പോൾ ഇന്ന് പ്രവേശനോത്സവം, നാളെ തൊട്ട് റെഗുലറായിട്ട് പോകണം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ എഴുതി അറിയിക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ഓട്ടോയിൽ കയറിപ്പോയി. അപ്പോഴും ഇങ്ങനെ മഴ ഭയങ്കരമായിട്ടില്ലെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനും അച്ചു മാത്രമേ ഓട്ടോയിലുള്ളെങ്കിലും അച്ചു ഇരുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആൾക്ക് ഇങ്ങനെ നിന്ന് മുന്നിലെ കാഴ്ചകളൊക്കെ കാണണം. നമ്മളിവിടെ സ്കൂളിലെത്തി കേട്ടോ. ഇറങ്ങിയ പാട് തന്നെ കുട്ടികളൊക്കെ ബാഗൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നല്ല രസം കേട്ടോ. നമുക്ക് നൊസ്റ്റു അടിച്ചു. അതുമാത്രമല്ല നാളെ തൊട്ട് അച്ചൂസും ഇങ്ങനെ പോകണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ. അങ്ങനെ ഇതാ നമ്മൾ അച്ചൂസിൻ്റെ ക്ലാസ്സൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. നമ്മൾ വേറൊരു ക്ലാസ്സിലാണ് കേട്ടോ. നമ്മളെ എല്ലാ കുട്ടികൾക്കും ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ട് പോയപാട് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എല്ലാം സെറ്റ് ചെയ്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. LKG എയും ഉണ്ട് ബിയും ഉണ്ട്. അതായത് ഇപ്രാവശ്യം കുറച്ച് കുട്ടികൾ കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുമാത്രമല്ല ക്ലാസ്സിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ടോയ്ലറ്റും പിന്നെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായതുകൊണ്ട് നല്ലൊരു സമാധാനമുണ്ട്. കാരണം പുറത്തൊന്നും കോമൺ ടോയ്ലറ്റിലൊന്നും പോകണ്ടല്ലോ, ഇവർക്ക് അങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ ക്ലാസ്സിൽ തന്നെ ആകുമ്പോൾ പെട്ടെന്ന് പോകാമല്ലോ അവർക്ക്. അങ്ങനെ ഇതാണ് അച്ചുവിൻ്റെ ടീച്ചർ കേട്ടോ. ടീച്ചർ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് പറ്റിയൊരു ടീച്ചർ. കുഞ്ഞി സൗണ്ടും നല്ല വർത്താനവും, കുട്ടികളെപ്പോലെ തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ടീച്ചർ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് അടുക്കാൻ നല്ലൊരു സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അച്ചൂസിന് ഒരു ബലൂണൊക്കെ കിട്ടി കേട്ടോ. അച്ഛന് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ബലൂണൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ഇനി പരിപാടി നടക്കുന്ന ഒരു ഹാളിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അതിനു മുമ്പ് എല്ലാ കുട്ടികൾക്കും ബലൂണൊക്കെ കൊടുത്ത് അവർക്കൊന്ന് സന്തോഷമാവാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരിക്കും. അവരൊന്ന് കയ്യിലെടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ബലൂണൊക്കെ വാങ്ങി നമ്മളിതാ കുട്ടികളെ പോലെ തന്നെ ലൈനായിട്ട് നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. കുട്ടികളാണ് നടക്കേണ്ടത്. അവരൊറ്റയ്ക്ക് ചെയ്യാത്തതുകൊണ്ട് പിന്നെ പാരൻസും കൂടെ അങ്ങ് ലൈനായിട്ട് നടക്കുക തന്നെ. ഇന്നിപ്പോൾ എല്ലാവരും കൈയൊക്കെ പിടിച്ച് അങ്ങനെ നടക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ. ആരും കരഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നാളെ തൊട്ട് അതായിരിക്കില്ല അവസ്ഥ. അങ്ങനെ ഈ ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി. ആദ്യം തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടായി. പിന്നെ ഇതാണ് പ്രിൻസിപ്പൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ദീപം കൊളുത്തിട്ടോ. പ്രിൻസിപ്പളും ടീച്ചർമാരും എല്ലാവരും കൂടെ ദീപമൊക്കെ കൊളുത്തി കഴിഞ്ഞ് എന്താ പറയുക, പ്രാർത്ഥനയും പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ ടീച്ചർമാർ സംസാരിച്ചിട്ടോ. നമുക്ക് 100 കൂട്ടം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആദ്യമായിട്ട് വിടുമ്പോൾ. അപ്പോൾ ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ടെൻഷനൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ടീച്ചർമാർ പറഞ്ഞു തന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സംസാരിക്കുന്ന ടീച്ചർ എൻ്റെ സീനിയറായിട്ട് എൻ്റെ കൂടെ പഠിച്ച ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് പരിചയപ്പെട്ടിരുന്നു ആളെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഡുവൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ ലഡുവൊക്കെ കഴിച്ച് നമ്മൾ ഇരുന്നു. പിന്നെ ഞാൻ വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു. കാരണം ഇവൻ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിച്ചത് ഛർദ്ദിച്ചു. അവന് കുറച്ച് ദിവസമായിട്ട് വയറിന് നല്ല സുഖമില്ല. അതുകൊണ്ട് ഛർദിയും വയറുവേദനയൊക്കെ ഉണ്ടായതുകൊണ്ട് എന്താക്കി, ഞാൻ വെള്ളവും ഒരു ബന്നൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ അവൻ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ടീച്ചേഴ്സൊക്കെ ഈ പറഞ്ഞ പോലെ സംസാരിച്ചു. പിന്നെ UKG കുട്ടികളുടെ വക ഒരു 3 കുട്ടികളുടെ വക ഒരു ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കുറേ നേരം കണ്ടു നിന്നിട്ടോ. അച്ചു അതിൻ്റെ കൂടെ ഇങ്ങനെ തുള്ളുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്നിടത്ത് തുള്ളുക, അല്ലാതെ ഞാൻ പറഞ്ഞു അവനോട് ഇന്ന് അങ്ങോട്ട് നിന്ന് തുള്ളുക. എവിടെ ഭയങ്കര നാണാട്ടോ അച്ചുവിന്. എന്ത് പറഞ്ഞാലും ഇനി മാറുമായിരിക്കും. സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ നാളെ തൊട്ട് ഒറ്റയ്ക്ക് വിടണം. ഇന്ന് ഒരു കുട്ടികൾക്കും പ്രശ്നമില്ല കേട്ടോ. എല്ലാവരും നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ നാളെ ഇതേപോലെ ഒന്നും ആയിരിക്കില്ല. നാളെ ഒരു പാരൻസും പോകരുത് എന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ പിന്നെ കുട്ടികളെ മാത്രമായിട്ട് ടീച്ചർമാർക്ക് കുറച്ച് നേരം വേണമെന്ന് പറഞ്ഞിട്ട് അവരെ ക്ലാസ്സിലേക്ക് സ്വീകരിച്ചു കേട്ടോ. ഫ്ലവറൊക്കെ കൊടുത്തിട്ട്, ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു പൂവൊക്കെ കൊടുത്തിട്ട് സ്വീകരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അച്ചു ഇറങ്ങിയതൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടാട്ടോ. 2 പെൻസിലും കട്ടറും റബ്ബറും സ്കെയിലൊക്കെ ഉള്ള ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ട്. പിന്നെ ഒരു ഫോട്ടോ എടുക്കൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ